7/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പരസ്പരം ആത്മീയ സഹോദരന്മാരാണ്. നിങ്ങൾക്ക് അന്യോന്യം അതിസ്നേഹം ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഗംഗയാകൂ. ഒരിക്കലും അടികൂടുകയോ വഴക്ക് കൂടുകയോ ചെയ്യരുത്. ചോദ്യം: ആത്മീയ പിതാവിന് ഏത് കുട്ടികൾ വളരെ വളരെ പ്രിയമായി തോന്നുന്നു? ഉത്തരം: ആരാണോ ശ്രീമത്ത് അനുസരിച്ച് മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരാണോ പുഷ്പമായത്, ഒരിക്കലും ആരെയും മുള്ളുകൊണ്ട് കുത്താത്തത്, പരസ്പരം വളരെ വളരെ സ്നേഹത്തോടെ കഴിയുന്നത്, ഒരിക്കലും പിണങ്ങാത്തത്, ഇങ്ങനെയുള്ള കുട്ടികൾ ബാബയ്ക്ക് വളരെ വളരെ പ്രിയമായി തോന്നുന്നു. ആരാണോ ദേഹാഭിമാനത്തിൽ വന്ന് പരസ്പരം അടികൂടുന്നത്, ഉപ്പുവെള്ളം പോലെ ആകുന്നത്, അവർ ബാബയുടെ മാനം കളയുന്നു. അവർ ബാബയുടെ നിന്ദ ചെയ്യിക്കുന്ന നിന്ദകരാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ഇപ്പോൾ ആത്മീയ പിതാവ് പ്രിയമായി തോന്നുന്നത് പോലെ ആത്മീയ പിതാവിന് ആത്മീയ കുട്ടികളും പ്രിയമായി തോന്നുന്നു. കാരണം ശ്രീമത്തിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. മംഗളകാരിയായ ഏവരും പ്രിയമായി തോന്നുന്നു. നിങ്ങളും പരസ്പരം സഹോദരന്മാരാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായും അന്യോന്യം പ്രിയമായി തോന്നുന്നു. ബാബയുടെ കുട്ടികൾക്ക് പരസ്പരം ഉണ്ടായിരിക്കുന്ന അത്രയും സ്നേഹം പുറമേ ഉള്ളവർക്ക് ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്കും പരസ്പരം വളരെ വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. അഥവാ സഹോദരന്മാർ ഇവിടെ തന്നെ അടിയും വഴക്കും കൂടുകയാണെങ്കിൽ, അഥവാ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർ സഹോദരങ്ങളല്ല. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം. ബാബയ്ക്കും ആത്മാക്കളോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ആത്മാക്കൾക്കും പരസ്പരം വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സത്യയുഗത്തിൽ എല്ലാ ആത്മാക്കളും പരസ്പരം പ്രിയമായി തോന്നുന്നു. കാരണം ശരീരത്തിൻ്റെ അഭിമാനം ഇല്ലാതാകുന്നു. സഹോദരന്മാരായ നിങ്ങൾ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്നു, തൻ്റെയും മംഗളം ചെയ്യുന്നു. അപ്പോൾ സഹോദരന്മാരുടെയും മംഗളം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനാൽ ബാബ ദേഹാഭിമാനിയിൽ നിന്നും ദേഹി അഭിമാനി ആക്കിക്കൊണ്ടിരിക്കുന്നു. ലൗകിക സഹോദരങ്ങൾ പരസ്പരം ധനത്തിനു വേണ്ടിയും വിഹിതത്തിനു വേണ്ടിയും അടികൂടുന്നു. ഇവിടെ അടിയും വഴക്കും കൂടുന്നതിൻ്റെ കാര്യമില്ല. ഓരോരുത്തർക്കും ഡയറക്റ്റ് കണക്ഷൻ വെക്കേണ്ടി വരുന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. യോഗബലത്തിലൂടെ ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ലൗകിക പിതാവിൽ നിന്നും സ്ഥൂല സമ്പത്ത് നേടുന്നു. ഇതാകട്ടെ ആത്മീയ പിതാവിൽ നിന്നും ആത്മീയ കുട്ടികൾക്കുള്ള ആത്മീയ സമ്പത്താണ്. ഓരോരുത്തർക്കും ഡയറക്റ്റായി ബാബയിൽ നിന്നും സമ്പത്ത് നേടേണ്ടതുണ്ട്. എത്രത്തോളം ഇൻഡിവിജ്വലായി ബാബയെ ഓർമ്മിക്കുമോ അത്രയും സമ്പത്ത് ലഭിക്കും. ബാബ നോക്കും, പരസ്പരം അടികൂടുകയാണ് എങ്കിൽ ബാബ പറയും, നിങ്ങൾ അനാഥരാണോ? ആത്മീയ സഹോദരന്മാർ അടികൂടാൻ പാടില്ല. അഥവാ സഹോദരങ്ങളായിരിക്കവേ പരസ്പരം അടിയും വഴക്കും കൂടുകയാണെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ രാവണൻ്റേതായി മാറുന്നത് പോലെയാണ്. അവരെല്ലാം ആസുരീയ സന്താനങ്ങളായി. പിന്നെ ദൈവിക സന്താനങ്ങളും ആസുരീയ സന്താനങ്ങളും തമ്മിൽ വ്യത്യാസമേ ഇല്ലാത്തതുപോലെയാണ്. കാരണം ദേഹാഭിമാനിയായി തന്നെ അടികൂടുന്നു. ആത്മാവ് ആത്മാവിനോട് അടികൂടുന്നില്ല. അതിനാൽ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, പരസ്പരം ഉപ്പുവെള്ളം പോലെ ആകരുത്. ആകുന്നു, അതിനാലാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. പിന്നെ ബാബ പറയും, ഇവർ ദേഹാഭിമാനികളായ കുട്ടികളാണ്, രാവണൻ്റെ കുട്ടികളാണ്, എൻ്റേതല്ല. കാരണം പരസ്പരം ഉപ്പുവെള്ളം പോലെയായി കഴിയുന്നു. നിങ്ങൾ 21 ജന്മം ഷീർഖണ്ഡ് പോലെ കഴിയുന്നു. ഈ സമയത്ത് ദേഹി അഭിമാനിയായിരിക്കണം. അഥവാ പരസ്പരം ആകുന്നില്ലെങ്കിൽ ആ സമയത്ത് രാവണ സമ്പ്രദായമാണ് എന്ന് മനസ്സിലാക്കണം. പരസ്പരം ഉപ്പുവെള്ളം പോലെ ആകുന്നതിലൂടെ ബാബയുടെ മാനം കളയും. ഈശ്വരീയ സന്താനം എന്ന് പറയുന്നു.
പക്ഷേ ആസുരീയ ഗുണമാണുള്ളത് എങ്കിൽ ദേഹാഭിമാനിയെ പോലെയാണ്. ദേഹി അഭിമാനിയിൽ ഈശ്വരീയ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഈശ്വരീയ ഗുണങ്ങൾ ധാരണ ചെയ്യുമ്പോൾ തന്നെയാണ് ബാബ കൂടെ കൊണ്ടുപോകുന്നത്. പിന്നെ അതേ സംസ്കാരം കൂടെ പോകും. ബാബയ്ക്ക് അറിയാൻ കഴിയുന്നു, കുട്ടികൾ ദേഹാഭിമാനത്തിൽ വന്ന് ഉപ്പുവെള്ളമായി കഴിയുന്നു. അവർ ഈശ്വരീയ സന്താനങ്ങൾ എന്ന് വിളിക്കപ്പെടുക സാധ്യമല്ല. സ്വയം തനിക്ക് എത്ര നഷ്ടമുണ്ടാക്കുന്നു, മായയ്ക്ക് വശപ്പെടുന്നു. പരസ്പരം ഉപ്പുവെള്ളം അഥവാ മതഭേദം ഉണ്ടാകുന്നു. പൊതുവെ മുഴുവൻ ലോകവും ഉപ്പുവെള്ളമാണ്. എന്നാൽ അഥവാ ഈശ്വരീയ സന്താനവും ഉപ്പുവെള്ളമാണെങ്കിൽ ബാക്കി വ്യത്യാസം എന്താണുള്ളത്? അവർ ബാബയുടെ നിന്ദ ചെയ്യിക്കുന്നു. ബാബയുടെ നിന്ദ ചെയ്യിക്കുന്നവർക്ക്, ഉപ്പുവെള്ളം ആകുന്നവർക്ക് ലക്ഷ്യസ്ഥാനം നേടാൻ സാധിക്കില്ല. അവരെ നാസ്തികർ എന്ന് പോലും പറയാവുന്നതാണ്. ആസ്തികരാകുന്ന കുട്ടികൾക്ക് ഒരിക്കലും അടികൂടാൻ സാധിക്കില്ല. നിങ്ങൾ പരസ്പരം അടികൂടരുത്. സ്നേഹത്തോടെ കഴിയാൻ ഇവിടെ തന്നെ പഠിക്കണം. അതിലൂടെ പിന്നെ 21 ജന്മം പരസ്പരം സ്നേഹത്തോടെ കഴിയും. ബാബയുടെ കുട്ടികൾ എന്ന് പറഞ്ഞ ശേഷം സഹോദരന്മാർ ആകുന്നില്ലെങ്കിൽ അവർ ആസുരീയ സന്താനമായി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നതിന് വേണ്ടി മുരളി ഉച്ചരിക്കുന്നു. എന്നാൽ ബാബ നമുക്ക് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതുപോലും ദേഹാഭിമാനം കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല. മായ വളരെ തീക്ഷ്ണമാണ്. ഏതുപോലെ എലി കടിക്കുമ്പോൾ അറിയാനേ കഴിയുന്നില്ല. മായയും വളരെ മധുരമധുരമായി ഊതുകയും കടിക്കുകയും ചെയ്യുന്നു. അറിയാൻ പോലും കഴിയുന്നില്ല. പരസ്പരം പിണങ്ങുന്നതും മറ്റും ആസുരീയ സമ്പ്രദായത്തിൻ്റെ ജോലിയാണ്. വളരെയധികം സെൻറ്റേഴ്സിൽ ഉപ്പുവെള്ളമായി കഴിയുന്നു. ഇപ്പോൾ ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. മായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. മായ ഈ വിധം മുഖം തിരിപ്പിക്കുന്നു, അത് അറിയുവാനേ കഴിയുന്നില്ല. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമുക്ക് പരസ്പരം സ്നേഹമുണ്ടോ അതോ ഇല്ലയോ? സ്നേഹത്തിൻ്റെ സാഗരത്തിൻ്റെ കുട്ടികളാണ്. അപ്പോൾ സ്നേഹത്താൽ നിറഞ്ഞ ഗംഗയാകേണ്ടതാണ്. അടികൂടുന്നത്, വഴക്കുകൂടുന്നത്, തലകീഴായി സംസാരിക്കുന്നത്, ഇതിനേക്കാൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹിയർ നോ ഈവിൾ അഥവാ ആരിലെങ്കിലും ക്രോധത്തിൻ്റെ അംശമുണ്ട് എങ്കിൽ ആ സ്നേഹം ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ ബാബു പറയുന്നു, ദിവസവും തൻ്റെ കണക്കെടുക്കൂ. ആസുരീയ പെരുമാറ്റം നന്നാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഫലമായിരിക്കും വരുന്നത്? എന്ത് പദവി നേടും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഒരു സേവനവും ചെയ്യുകയില്ലെങ്കിൽ പിന്നെ എന്തവസ്ഥയാകും? പദവി കുറഞ്ഞു പോകും. സാക്ഷാത്കാരം എല്ലാവർക്കും ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾക്കും തൻ്റെ പഠനത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. സാക്ഷാത്കാരം ഉണ്ടായതിനു ശേഷം തന്നെയാണ് പിന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ആകുന്നത്. ട്രാൻസ്ഫറായി നിങ്ങൾ പുതിയ ലോകത്തിൽ വരും. അവസാനം എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. ആരെല്ലാം ഏതെല്ലാം മാർക്കോടെ പാസ്സാകും എന്ന്. പിന്നെ കരയും, നിലവിളിക്കും, ശിക്ഷകളും അനുഭവിക്കും, പശ്ചാത്തപിക്കും. ബാബ പറഞ്ഞത് നമ്മൾ ചെയ്തില്ല. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തന്നു, ഒരു ആസുരീയ ഗുണവും ഉണ്ടായിരിക്കരുത്. ആരിൽ ദൈവിക ഗുണമുണ്ടോ അവർ ഇപ്രകാരം തനിക്ക് സമാനമാക്കി മാറ്റണം. ബാബയെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. അൽഫും ബേയും. അൽഫ് എന്നാൽ ബാബ, ബേ എന്നാൽ ചക്രവർത്തി പദം. അപ്പോൾ കുട്ടികൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. അഥവാ പരസ്പരം ഉപ്പുവെള്ളം പോലെ ആവുകയാണെങ്കിൽ പിന്നെ ഈശ്വരീയ സന്താനം എന്നെങ്ങനെ മനസ്സിലാക്കും? ബാബ മനസ്സിലാക്കും, ഇവർ ആസുരീയ സന്താനങ്ങളാണ്. മായ ഇവരുടെ മൂക്കിന് പിടിച്ചിരിക്കുകയാണ്. അവർക്ക് അറിയാനേ കഴിയുന്നില്ല. മുഴുവൻ അവസ്ഥയും ഉലയുന്നു, പദവി കുറഞ്ഞു പോകുന്നു. കുട്ടികളായ നിങ്ങൾ അവരെ സ്നേഹത്തോടെ പഠിപ്പിക്കാൻ പരിശ്രമിക്കണം. സ്നേഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കണം. ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ കുട്ടികളെയും ആകർഷിക്കുന്നുവല്ലോ. അപ്പോൾ നിങ്ങളും സ്നേഹത്തിൻ്റെ സാഗരമാകണം. ബാബ കുട്ടികളെ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കുന്നു, നല്ല മതം നൽകുന്നു. ഈശ്വരീയ മതം ലഭിക്കുന്നതിലൂടെ നിങ്ങൾ പുഷ്പമായി മാറുന്നു.
എല്ലാ ഗുണവും നിങ്ങൾക്ക് നൽകുന്നു. ദേവതമാരിൽ സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ആ അവസ്ഥ നിങ്ങൾക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് നോളജ് ഉണ്ട്. പിന്നെ ദേവതയായി മാറിയെങ്കിൽ നോളജ് അവശേഷിക്കില്ല. അവിടെ ദൈവിക സ്നേഹം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പൂജ്യരാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഗമത്തിലാണ്. ബാബയും ഭാരതത്തിൽ വരുന്നു, ശിവജയന്തി ആഘോഷിക്കുന്നു. പക്ഷേ ആ ഒന്ന് ആരാണ്, എങ്ങനെ, എപ്പോൾ വരുന്നു, എന്തു ചെയ്യുന്നു, ഇതറിയുന്നില്ല. കുട്ടികളായ നിങ്ങളും ഇപ്പോൾ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് അറിയുന്നു. ആര് അറിയുന്നില്ലയോ അവർക്ക് ആരെയും മനസ്സിലാക്കിക്കാനും സാധിക്കുന്നില്ല. പിന്നെ പദവി കുറഞ്ഞു പോകുന്നു. സ്കൂളിൽ പഠിക്കുന്നവരിൽ ചിലരുടെ പെരുമാറ്റം മോശമായിരിക്കും, ചിലരുടേത് സദാ നല്ല പെരുമാറ്റമായിരിക്കും. ചിലർ പ്രസൻ്റ് ആയിരിക്കും, ചിലർ ആബ്സെൻ്റ് ആയിരിക്കും. ഇവിടെ ആരാണോ സദാ ബാബയെ ഓർമ്മിക്കുന്നത്, സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പ്രസൻ്റാണ്. ബാബ പറയുന്നു, എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾ സ്വയം സ്വദർശന ചക്രധാരിയായി മനസ്സിലാക്കൂ. മറക്കുന്നുവെങ്കിൽ ആബ്സെൻ്റായി പോകുന്നു. എപ്പോഴാണോ സദാ പ്രസൻ്റായിരിക്കുന്നത് അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. മറന്നു പോവുകയാണെങ്കിൽ കുറഞ്ഞ പദവിയായിരിക്കും നേടുന്നത്. ബാബ അറിയുന്നുണ്ട് ഇപ്പോൾ സമയം കിടക്കുകയാണ്. ഉയർന്ന പദവി നേടുന്നവരുടെ ബുദ്ധിയിൽ ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കും. ശിവ് ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കുകയും വായിൽ ജ്ഞാനാമൃതം ഉണ്ടായിരിക്കുകയും ആകണം പ്രാണൻ ശരീരത്തിൽ നിന്നും മാറേണ്ടത് എന്ന് പറയുന്നു. അഥവാ ഏതെങ്കിലും വസ്തുവിനോട് പ്രീതി ഉണ്ടായിരിക്കുമെങ്കിൽ അന്തിമകാലത്തിൽ അത് ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഭക്ഷണത്തിൻ്റെ ലോഭം ഉണ്ടായിരിക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് ആ വസ്തു തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും, ഇത് കഴിക്കണം എന്ന്. പിന്നെ പദവി ഭ്രഷ്ടമായി പോകും. ബാബ പറയുന്നു, സ്വദർശന ചക്രധാരിയായി മരിക്കൂ. മറ്റൊന്നും ഓർമ്മ വരരുത്. ഒരു സംബന്ധങ്ങളും ഇല്ലാതെ ഏതുപോലെ ആത്മാവ് വന്നുവോ അതേപോലെ പോകേണ്ടതുണ്ട്. ലോഭവും നിസ്സാരമല്ല. ലോഭമുണ്ടെങ്കിൽ അവസാന സമയത്ത് അത് തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ലഭിക്കാതിരുന്നാൽ അതേ ആശയിൽ മരിച്ചു പോകും. അതിനാൽ കുട്ടികളായ നിങ്ങളിൽ ലോഭം തുടങ്ങിയവ പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. ബാബ വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ അറിയുന്നവർക്കേ അറിയൂ. ബാബയുടെ ഓർമ്മയെ പൂർണ്ണമായും നെഞ്ചോട് ചേർക്കൂ. ബാബ, ആഹാ ബാബ. ബാബ ബാബ എന്ന് വായികൊണ്ട് പറയേണ്ടതില്ല. അജപാജപം നടന്നുകൊണ്ടിരിക്കട്ടെ. ബാബയുടെ ഓർമ്മയിൽ കർമാതീത അവസ്ഥയിൽ ഈ ശരീരം ഉപേക്ഷിക്കണം. അപ്പോൾ ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്നേഹത്താൽ നിറഞ്ഞ ഗംഗയാകണം. സർവരെ പ്രതിയും സ്നേഹത്തിൻ്റെ ദൃഷ്ടി വയ്ക്കണം. ഒരിക്കലും വായിലൂടെ തലകീഴായ വാക്കുകൾ സംസാരിക്കരുത്. ഏതെങ്കിലും വസ്തുവിൽ ലോഭം വയ്ക്കരുത്. സ്വദർശന ചക്രധാരിയായി ഇരിക്കണം. ഇത് അഭ്യസിക്കണം. അന്തിമ സമയത്ത് ഒരു വസ്തുവിൻ്റെയും ഓർമ്മ വരരുത്. വരദാനം: പഴയ ദേഹത്തിൻ്റെയും ലോകത്തിൻ്റെയും സർവ ആകർഷണങ്ങളിൽ നിന്നും സഹജമായും സദായും ദൂരെയിരിക്കുന്ന രാജഋഷിയായി ഭവിക്കട്ടെ. രാജഋഷി എന്നാൽ ഒരു ഭാഗത്ത് സർവപ്രാപ്തികളുടെയും അധികാരത്തിൻ്റെ ലഹരി, മറുഭാഗത്ത് പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ അലൗകിക ലഹരി. വർത്തമാന സമയത്ത് ഈ രണ്ട് അഭ്യാസത്തെയും വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകൂ. വൈരാഗ്യം എന്നാൽ അകന്നു മാറുകയല്ല, എന്നാൽ സർവപ്രാപ്തി ഉണ്ടായിരിക്കുമ്പോഴും പരിധിയുള്ള ആകർഷണങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും ആകർഷണത്തിൽ കൊണ്ടുവരരുത്. സങ്കല്പത്തിൽ പോലും അധീനത ഉണ്ടാകരുത്. ഇതിനെയാണ് രാജഋഷി, അതായത് പരിധിയില്ലാത്ത വൈരാഗി എന്ന് പറയുന്നത്.
ഈ പഴയ ദേഹവും ദേഹത്തിൻ്റെ ലോകവും വ്യക്തഭാവവും വൈഭവങ്ങളുടെ ഭാവം ഈ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും സദായും സഹജമായും ദൂരെയിരിക്കുന്നവർ. സ്ലോഗൻ: സയൻസിൻ്റെ സാധനങ്ങളെ യൂസ് ചെയ്യൂ, എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ആധാരമാക്കി മാറ്റാതിരിക്കൂ. മാതേശ്വരിജിയുടെ മധുര മഹാവാക്യങ്ങൾ. നോക്കൂ, മനുഷ്യർ പറയുന്നു കൗരവരുടെയും പാണ്ഡവരുടെയും പരസ്പര യുദ്ധം കുരുക്ഷേത്രത്തിൽ നടന്നിരുന്നു. പിന്നെ പാണ്ഡവരുടെ കൂട്ടുകാരനും ഡയറക്ഷൻ നൽകുന്നവനും ശ്രീകൃഷ്ണനായിരുന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ ആരുടെ പക്ഷത്ത് സ്വയം പ്രകൃതിപതിയുണ്ടോ അവർക്ക് വിജയം തീർച്ചയായും ഉണ്ടാകും. നോക്കൂ, എല്ലാ കാര്യങ്ങളും കൂട്ടിക്കലർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഈ കാര്യം മനസ്സിലാക്കൂ. പ്രകൃതിപതി പരമാത്മാവാണ്. ശ്രീകൃഷ്ണനാണെങ്കിൽ സത്യയുഗത്തിലെ ആദ്യത്തെ ദേവതയാണ്. പാണ്ഡവരുടെ സാരഥി പരമാത്മാവായിരുന്നു. ഇപ്പോൾ പരമാത്മാവിന് കുട്ടികളായ നമ്മളെ ഒരിക്കലും ഹിംസ പഠിപ്പിക്കാൻ സാധിക്കില്ല. പാണ്ഡവർ ഹിംസാത്മക യുദ്ധത്തിലൂടെ സ്വരാജ്യം നേടിയിട്ടുമില്ല. ഈ ലോകം കർമ്മക്ഷേത്രമാണ്. ഇതിൽ മനുഷ്യർ എങ്ങനെയുള്ള കർമ്മം ചെയ്ത് വിത്ത് വിതയ്ക്കുന്നോ അതേപോലെ നല്ലതോ മോശമോ ആയ ഫലം അനുഭവിക്കുന്നു. ആ കർമ്മക്ഷേത്രത്തിൽ പാണ്ഡവർ, അതായത് ഭാരത് മാതാ ശക്തി അവതാരവും ഹാജരാണ്. പരമാത്മാവ് ഭാരതഖണ്ഡത്തിൽ തന്നെയാണ് വരുന്നത്. അതിനാൽ ഭാരതഖണ്ഡത്തെ അവിനാശി എന്ന് പറയുന്നു. പരമാത്മാവിൻ്റെ അവതരണം വിശേഷിച്ച് ഭാരതഖണ്ഡത്തിലാണ് ഉണ്ടായത്. കാരണം അധർമ്മത്തിൻ്റെ അഭിവൃദ്ധിയും ഭാരതഖണ്ഡത്തിൽ നിന്നുമാണ് ഉണ്ടായത്. അവിടെ തന്നെയാണ് പരമാത്മാവ് യോഗബലത്തിലൂടെ കൗരവ രാജ്യം ഇല്ലായ്മ ചെയ്ത് പാണ്ഡവരുടെ രാജ്യം സ്ഥാപിച്ചത്. അപ്പോൾ പരമാത്മാവ് ഒരു ആദി സനാതന ധർമ്മം സ്ഥാപിച്ചു. എന്നാൽ ഭാരതവാസികൾ തങ്ങളുടെ മഹാപവിത്ര ധർമ്മവും ശ്രേഷ്ഠ കർമ്മവും മറന്ന് സ്വയം ഹിന്ദുവാണ് എന്ന് പറയുന്നു. പാവങ്ങൾ തങ്ങളുടെ ധർമ്മത്തെ അറിയാതെ മറ്റുള്ളവരുടെ ധർമ്മത്തിൽ ചേർന്നു. ഈ പരിധിയില്ലാത്ത ജ്ഞാനം പരിധിയില്ലാത്ത യജമാനൻ സ്വയം തന്നെ പറഞ്ഞു തരുന്നു. ഇവർ തങ്ങളുടെ സ്വധർമ്മത്തെ മറന്ന് പരിധിയുള്ളതിൽ കുടുങ്ങിയിരിക്കുന്നു. അതിനെയാണ് അതിധർമ്മഗ്ലാനി എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം പ്രകൃതിയുടെ ധർമ്മമാണ്. എന്നാൽ ആദ്യം വേണ്ടത് സ്വധർമ്മമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സ്വധർമ്മമാണ് ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. പിന്നെ തൻ്റെ പ്രകൃതിയുടെ ധർമ്മമാണ് ദേവതാധർമ്മം. ഈ 33 കോടി ഭാരതവാസികൾ ദേവതമാരാണ്. അതിനാൽ പരമാത്മാവ് പറയുന്നു, അനേകം ദേഹത്തിൻ്റെ ധർമ്മങ്ങളെ ത്യാഗം ചെയ്യൂ. സർവധർമാനി പരിത്യജ. ഈ പരിധിയുള്ള ധർമ്മങ്ങളിൽ ഇത്രയും ചഞ്ചലത ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ പരിധിയുള്ള ധർമ്മങ്ങളിൽ നിന്നും മാറി പരിധിയില്ലാത്തതിലേക്ക് പോകണം. ആ പരിധിയില്ലാത്ത പിതാവായ സർവശക്തിവാനായ പരമാത്മാവിനോട് യോഗം യോജിപ്പിക്കണം. സർവശക്തിവാൻ പ്രകൃതിപതിയായ പരമാത്മാവാണ്, ശ്രീകൃഷ്ണനല്ല. അപ്പോൾ കഴിഞ്ഞ കൽപ്പത്തിലും ഏത് പക്ഷത്തിലാണോ സാക്ഷാൽ പ്രകൃതിപതിയായ പരമാത്മാവ് ഉണ്ടായിരുന്നത്, അവരുടെ വിജയം പാടപ്പെട്ടിരിക്കുകയാണ്. ശരി. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ
സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.